ഹലോ കൂട്ടുകാരെ, അപ്പോൾ ടോംസ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫുഡ് ടെക്നോളജിയിലെ ടൊമാറ്റോയുടെ ബാക്കി ക്ലാസ്സുകളാണ്. ടൊമാറ്റോയുടെ അകത്ത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടൊമാറ്റോ പ്യൂരിയാണ്. ടൊമാറ്റോ പ്യൂരി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിപ്പേർഡ് ഫ്രം ദ ടൊമാറ്റോ പൾപ്പിൽ നിന്നാണ്. ആഫ്റ്റർ എന്തിനൊക്കെ ശേഷമാണ്? ഇവാപ്രേഷൻ മാത്രമാണോ? അല്ല, കോൺസെൻട്രേഷൻ. ഇവാപ്രേഷൻ ഓർ കോൺസെൻട്രേഷൻ ഓഫ് എന്തിൻ്റെ? നമ്മുടെ ഈ ടൊമാറ്റോയുടെ ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പിൽ നിന്ന്. ജ്യൂസ് ഓർ പൾപ്പ്. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ പ്യൂരി ഈസ് പ്രിപ്പേർഡ് ഫ്രം ദ ടൊമാറ്റോ പൾപ്പ് ആഫ്റ്റർ ഇവാപ്രേഷൻ ഓർ കോൺസെൻട്രേഷൻ ഓഫ് ജ്യൂസ് ഓർ പൾപ്പ്. അതാണ് ടൊമാറ്റോ പ്യൂരി. അപ്പോൾ ടൊമാറ്റോ പ്യൂരി എന്താണെന്ന് മനസ്സിലായി. ഇനി FPO റെഗുലേഷൻസ് പ്രകാരം, അക്കോർഡിംഗ് ടു FPO സ്പെസിഫിക്കേഷൻ, ടൊമാറ്റോ പ്യൂരി ഷാൽ കണ്ടെയ്ൻ മിനിമം 9% സോളിഡ്. 9% ടോട്ടൽ സോളിഡ്സ് ഉണ്ടാവണം. അതുപോലെ നമ്മൾ എന്തിനെ എക്സ്ക്ലൂഡ് ചെയ്യണം? സോൾട്ടിനെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 9%. തക്കാളിയുടെ കേസ് ടൊമാറ്റോ എന്നല്ലേ പറയുന്നത്. ടൊമാറ്റോയിൽ 9% ഉണ്ട്. നമ്മുടെ FPO റെഗുലേഷൻ പ്രകാരം ടൊമാറ്റോ പ്യൂരി ഷുഡ് കണ്ടെയ്ൻ മിനിമം ആണ്, മാക്സിമം അല്ല, മിനിമം 9% ടോട്ടൽ സോളിഡ് കാണണം, എക്സ്ക്ലൂഡിങ് സാൾട്ട് വരാതെ. ഓക്കെ, ക്ലിയർ ആണോ? സോൾട്ട് വരാതെ 9% ടോട്ടൽ എമൗണ്ട് കാണണമെന്ന് FPO പറയുന്നുണ്ട്. മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൊമാറ്റോ പ്യൂരി. നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളെ പൾപ്പ് അല്ലെങ്കിൽ ജ്യൂസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം ബൈ യൂസിങ് ഓപ്പൺ കുക്കിംഗ് മെത്തേഡ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓപ്പൺ കുക്കിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓപ്പൺ കുക്കിംഗ് മെത്തേഡ് വഴി നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? കുക്ക് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇൻ എ സ്റ്റീം ജാക്കറ്റഡ് കെറ്റിൽ. സ്റ്റീം ജാക്കറ്റഡ് കെറ്റിൽ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? കുക്ക് ചെയ്യണം ബൈ യൂസിങ് വാക്വം പാൻ. അല്ലെങ്കിൽ വാക്വം പാൻ വെച്ചിട്ടും നമുക്ക് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞത് ദ പൾപ്പ് ഓർ ജ്യൂസ് ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ യൂസിങ് ഓപ്പൺ കുക്കിംഗ് മെത്തേഡ്. ഒന്നെങ്കിൽ ഓപ്പൺ കുക്കിംഗ് മെത്തേഡ് ഇൻ എ സ്റ്റീം jacketed kettle or using a vacuum pan. However, cooking under vacuum is desirable as the juice or pulp will boil at much low temperature. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ആലോചിക്കേണ്ടത് ഒരു ടെമ്പറേച്ചർ അവർ പറയുന്നുണ്ട്. മച്ച് ഹൈ അല്ല, ലോ ടെമ്പറേച്ചർ ആണ്. അതായത് 71 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾക്കറിയാലോ, വെള്ളം തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പോൾ ഇതൊരു ചെറിയ ടെമ്പറേച്ചറാണ്. അപ്പോൾ 71 ഡിഗ്രി സെൽഷ്യസ് ലോവർ ടെമ്പറേച്ചറിലാണ് എന്ത് ഈ പറയുന്ന പൾപ്പ് അല്ലെങ്കിൽ ജ്യൂസിനെ നമ്മൾ ബോയിൽ ചെയ്യുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ റീടെൻഷൻ ഓഫ് ഒറിജിനൽ റെഡ് കളർ ആൻഡ് ഫ്ലേവർ. അതെന്തിനെ റിട്ടൻറ്റ് ചെയ്യും? അതിൻ്റെ റെഡ് കളറിനെ റിട്ടൻറ്റ് ചെയ്യും. അതുപോലെ ഫ്ലേവർ വിത്ത് നാച്ചുറൽ വൈറ്റമിൻ സി. ടൊമാറ്റോയിൽ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അതിനെ എൻറിച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ഒറിജിനൽ റെഡ് കളർ ആൻഡ് ഫ്ലേവർ വിത്ത് നാച്ചുറൽ വൈറ്റമിൻ സി. ദ പൾപ്പ് ഈസ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട 71 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ എടുത്തത് ഏകദേശം ഒരു തക്കാളിയാണ്, ടൊമാറ്റോ. TOMATO 1 2 3 4 5 6 7 എണ്ണം ഇല്ല 6 അല്ലേ ഉള്ളൂ. 7 ആവണമെങ്കിൽ 1 കൂട്ടണം,
അല്ലെ? 1+6 ആണ് 7. അപ്പൊ 71 ഡിഗ്രി സെൽഷ്യസ് ഓർക്കാനാണ് ടൊമാറ്റോയുടെ കോഡ് പറഞ്ഞത്. ടൊമാറ്റോയിൽ ആകെ 6 ലെറ്ററേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ജ്യൂസിനെ ശരിക്കും പറഞ്ഞാൽ ജ്യൂസ് പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലോ ടെമ്പറേച്ചറാണ് 71 ഡിഗ്രി സെൽഷ്യസ്. ആ 71 ഡിഗ്രി സെൽഷ്യസിലാണ് അതിൻ്റെ ഈ കളർ ഉണ്ടല്ലോ, ഒറിജിനൽ കളർ റെഡ് കളറിനെ റെഡ് ചെയ്യും. അതുപോലെ അതിൻ്റെ ഫ്ലേവർ വരും വിത്ത് നാച്ചുറൽ വൈറ്റമിൻ സി. ദ പൾപ്പ് ഈസ് കോൺസെൻട്രേറ്റഡ് ടു ഡിസൈഡ് സോളിഡ്സ്. ആ ഡിസൈഡ് സോളിഡ്സിൻ്റെ വാല്യൂ പറയുന്നുണ്ട് 9 to 12%. നിങ്ങൾ ടൊമാറ്റോ പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു ഡസൺ ടൊമാറ്റോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ 9 തൊട്ട് 12% നമ്മുടെ ഡിസൈഡ് സോളിഡ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ 9 തൊട്ട് 12% സോളിഡ് പാക്കേജ്ഡ് ഇൻ എ പ്രീ സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് എവിടെയാണ് പാക്ക് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും പുതിയതായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ആ ബോട്ടിലേക്കാണ് പാക്ക് ചെയ്യുന്നത്. ക്രൗൺ കോർക്ക് വെച്ച് അടയ്ക്കണം. നിങ്ങൾ സോസിൻ്റെ മണ്ടേ കണ്ടിട്ടില്ലേ, കൂടിയലൊക്കെ ക്രൗൺ കോർക്ക് ആയിരിക്കും. ആൻഡ് പ്രോസസ്ഡ് ഇൻ ദ ബോയിലിംഗ് വാട്ടർ. എന്നിട്ട് നമ്മൾ ബോയിലിംഗ് വാട്ടറിൽ വെക്കും. എത്ര മിനിറ്റാ? അത് നമ്മൾ എപ്പോഴും പറയുന്ന കൂടെ തന്നെ 25 തൊട്ട് 30 മിനിറ്റ് വരെ. നിങ്ങൾ കുക്കറി ചാനലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഫസ്റ്റ് പറയും ആ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഒരു 25 തൊട്ട് 30 മിനിറ്റ് വരെ വെക്കുക എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ കോർക്ക് സ്ക്രൂ ഒക്കെ ചെയ്ത്. കോർക്ക് സ്ക്രൂ ആണോ? അല്ല. കോർക്ക് സ്ക്രൂ എവിടെ വന്ന? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബാസിലസ്, കോക്കസ്, സ്പൈറൽ എന്നീ ടൈപ്സ് ഓഫ് ബാക്ടീരിയ സ്പൈറലിൽ വന്നതാണ് കോർക്ക് സ്ക്രൂ. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ്? കോർക്ക്, ക്രൗൺ കോർക്ക്. ക്രൗൺ കോർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണും, ഇത് ക്രൗണ്, ഇങ്ങനത്തെ ഒരു സാധനം, അതാണ് ക്രൗൺ കോർക്ക്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ ബോയിൽ ചെയ്യുന്നുണ്ട്. 25 തൊട്ട് 30 മിനിറ്റ് വരെയാണ് നമ്മൾ ബോയിൽ ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇത് ബോയിൽ ചെയ്തതിന് ശേഷം ഈ ടൊമാറ്റോ പ്യൂരിയെ നമുക്ക് കിട്ടും. ഈ ടൊമാറ്റോ പ്യൂരിയെ നമ്മൾ എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത്? ബൈ ആഡിങ് സോഡിയം ബെൻസോവേറ്റ്. എന്താണ് ആഡ് ചെയ്യേണ്ടത്? സോഡിയം ബെൻസോവേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോഡിയം ബെൻസോവേറ്റ് ആഡ് ചെയ്യേണ്ട കോൺസെൻട്രേഷൻ 250 ppm, 250 ppm ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ബെൻസോയിക് ആസിഡ് 250 ppm ആണ്. സോഡിയം ബെൻസോവേറ്റ് 25 അല്ല 250 ppm. അപ്പോൾ ഇതെങ്ങനെ 250 കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോയിൽ ചെയ്യുന്നത് 25 തൊട്ട് 30 മിനിറ്റ് ആണ്. അപ്പോൾ 25 കൊണ്ട് ഈ 3 വേണ്ട, 250 ppm എന്ന് നിങ്ങൾക്ക് കിട്ടും. സോഡിയം ബെൻസോയേറ്റിൻ്റെ ആണ് വാല്യൂ പറഞ്ഞത്. അപ്പോൾ സോഡിയം ബെൻസോയേറ്റ് 250 ppm ഓഫ് ബെൻസോയിക് ആസിഡ് ആണോ? അല്ല. അല്ലെന്നല്ല, ആണെന്നാണ്. 250 ppm ബെൻസോയിക് ആസിഡ് ആണ് സോഡിയം ബെൻസോവേറ്റിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി എന്തിനായി സോഡിയം ബെൻസോവേറ്റ് യൂസ് ചെയ്യുന്നത്? ടൊമാറ്റോ പ്യൂരിയെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് പൾപ്പ് ഈസ് കോൺസെൻട്രേറ്റഡ്. എത്ര കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞത്? 9 തൊട്ട് 12% വരെ. ഇനി പറയുന്നത് ഫോർ പാക്കിംഗ് ഇൻ ടിൻ ക്യാൻസ് ടൊമാറ്റോ പ്യൂരി ഈസ് ഫിൽഡ് വിത്ത് ഹോട്ട്. ടൊമാറ്റോ പ്യൂരിയെ ഹോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫിൽഡ് ഹോട്ട്, ആ ഹോട്ട് ഒരു ടെമ്പറേച്ചർ പറയുന്നുണ്ട്. ക്യാനിലേക്ക് മാറ്റുവാണെങ്കിൽ നിങ്ങൾ ആദ്യം 82 തൊട്ട് 88 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാറ്റേണ്ടത്. നേരത്തെ ഒരു ടെമ്പറേച്ചർ പറഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്യണമെങ്കിൽ എന്തിന് താഴെ ആയിരിക്കണം? 71 ഡിഗ്രി സെൽഷ്യസ്. അതെങ്ങനെ കിട്ടും? ടൊമാറ്റോയിൽ 6 ലെറ്റർ ഉണ്ട്. 6 + 1 7. 71 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ പറയുന്നത് വേറൊരു ടെമ്പറേച്ചർ, അത് ക്യാനിൽ ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ. അതെത്രയാണ് പറയുന്നത്? ഹോട്ട് ആക്കുമ്പോൾ 82 to 88
ഡിഗ്രി സെൽഷ്യസ്. ഫാൻസി നമ്പറാ 8288. അതെങ്ങനെ കിട്ടും? 8288, 82 to 88. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആദ്യം നമ്മൾ 8 എഴുതി, പിന്നെ 2 തവണ 8 എഴുതാൻ പോവുക. 88, 82 to 88. ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ 82 to 88 കിട്ടുന്നത്. നമ്മളെ ഫാൻസി നമ്പറൊക്കെ എഴുതുമ്പോൾ ആദ്യം നമ്മൾ 8. 8 ഒരു സുഖമില്ല, നമുക്ക് 2 തവണ എഴുതാം. 2 തവണ എഴുതാൻ പോവാണ് കേട്ടോ. 8 2 തവണ 8 എഴുതി. അപ്പൊ 82 to 88% ആണ് ടിന്നില്. അത് ടിന്നിലാന്ന് എങ്ങനെ ആലോചിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ടിന്നിൽ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ നമ്പർ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇന്ന ടോൾ ഫ്രീ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഡിഗ്രി സെൽഷ്യസ്. 88 അല്ല, 82 to 88 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ദെൻ ദ ക്യാൻസ് ആർ ക്ലോസ്. നമ്മൾ ക്യാൻ ലൈനെ ശേഖരിച്ച് വെച്ച ക്യാൻസിനെ അടയ്ക്കണം. ദെൻ ദ ക്യാൻസ് ആർ ക്ലോസ് ആൻഡ് പ്രോസസ് ഫോർ എത്ര മിനിറ്റ്? 25 അല്ല. ടിന്നിന്റെ കേസ് എടുത്താൽ നിങ്ങൾ ആകെ 20 മിനിറ്റ്സ് പ്രോസസ്സ് ചെയ്താൽ മതി. 20 മിനിറ്റ്സ്. എത്ര ഡിഗ്രി സെൽഷ്യസാ? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 20 മിനിറ്റ് ആണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് ടൊമാറ്റോ പ്യൂരി. ടൊമാറ്റോ പ്യൂരി പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട ഒന്ന്, സോഡിയം ബെൻസോവേറ്റ് എന്ന് പറയുന്നത് 250 ppm ബെൻസോയിക് ആസിഡ് ആണ്. പിന്നെ പറയുന്ന വാല്യൂസ് നമ്മൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി ലോ ടെമ്പറേച്ചർ കൊടുക്കണം. ലോ ടെമ്പറേച്ചർ 71 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ ക്യാൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 82 to 88 ഡിഗ്രി സെൽഷ്യസ്. ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ടൊമാറ്റോ പ്യൂരി. ഇനി ടൊമാറ്റോ പേസ്റ്റ്. എന്താ പറഞ്ഞത്? പേസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എ കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ ജ്യൂസ് ഓർ പൾപ്പ് വിത്തൗട്ട് സ്കിൻ, തൊലിയില്ലാതെ. ടൊമാറ്റോ പേസ്റ്റിന്റെ പ്രത്യേകതയാണ് വിത്തൗട്ട് സ്കിൻ, തൊലിയില്ലാതെ. എങ്ങനെ? കോൺസെൻട്രേറ്റഡ് ടൊമാറ്റോ ജ്യൂസ് ഓർ പൾപ്പ് വിത്തൗട്ട് സ്കിൻ, തൊലിയില്ല. തൊലി മാത്രമാണോ? സീഡ്സ് ഇല്ല. എന്തിലെ? പേസ്റ്റിന്റെ അകത്ത്. വിത്തൗട്ട് സ്കിൻ പേസ്റ്റ് അല്ല, സീഡ്. ആൻഡ് കണ്ടെയ്നിങ് നോട്ട് ലെസ് ദാൻ 25%. എത്ര ശതമാനം സോളിഡാ? 25% സോളിഡ്. നമ്മൾ ടൊമാറ്റോ പ്യൂരിയിൽ ഓർമ്മയുണ്ടോ? 9 to 12% സോളിഡ് ആണ്. ഇവിടെ 25% സോളിഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ കൺസിസ്റ്റൻസി കൂടി. അതാണ് ടൊമാറ്റോ പേസ്റ്റ്. പേസ്റ്റിന്റെ ഫോമായില്ലേ? ആ പറയുന്ന പേരാണ് ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ പേസ്റ്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിന് സ്കിൻ കാണാൻ പാടില്ല, അതിന് സീഡ് കാണാൻ പാടില്ല. 25% സോളിഡ് ആയിരിക്കണം. നോട്ട് ലെസ് ദാൻ 25%. ഇനി ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ്റെ ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ടൊമാറ്റോയെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റിനെ ആദ്യം പറയുന്നത് ലൈറ്റ് ടൊമാറ്റോ പേസ്റ്റ്. ലൈറ്റ് ടൊമാറ്റോ പേസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? 25 to 29%, 25 തൊട്ട് 29% നമ്മൾ ഓഫ് സാൾട്ട് ഫ്രീ ടൊമാറ്റോ, സാൾട്ട് ഇല്ലാത്ത ടൊമാറ്റോ ആയിരിക്കണം. ഓഫ് സാൾട്ട് ഫ്രീ ടൊമാറ്റോ. ഓക്കെ, ക്ലിയർ ആണോ? ആദ്യത്തെ പറഞ്ഞത് ലൈറ്റ് ടൊമാറ്റോ പേസ്റ്റ്. രണ്ടാമത് ഞാൻ പറയുന്നത് മീഡിയം ടൊമാറ്റോ പേസ്റ്റ്. മീഡിയം ടൊമാറ്റോ പേസ്റ്റിന്റെ വാല്യൂ എത്രയാണ്? മീഡിയം ടൊമാറ്റോ പേസ്റ്റിന് 29 തൊട്ട് 33% വരെ ഓഫ് സാൾട്ട് ഫ്രീ ടൊമാറ്റോ. ഇനി അടുത്തത് ഹെവി ടൊമാറ്റോ പേസ്റ്റ്. ഹെവി ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹെവി ടൊമാറ്റോ പേസ്റ്റ് നോട്ട് ലെസ് ദാൻ 33%. നോട്ട് ലെസ് ദാൻ 33% ഓഫ്
ടൊമാറ്റോ ഫ്രീ ടൊമാറ്റോ, സാൾട്ട് ഫ്രീ ടൊമാറ്റോ. മനസ്സിലായോ? അപ്പം നമ്മൾ 3ആയിട്ടാണ് ടൊമാറ്റോ പേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. ആദ്യം പറഞ്ഞത് ലൈറ്റ്, മീഡിയം, ഹെവി. ലൈറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കുറവാണെന്ന് കിട്ടി. ഞാൻ ആദ്യമേ പറഞ്ഞു 25 ഭയങ്കര പ്രാധാന്യമുണ്ട് ടൊമാറ്റോയിൽ. അപ്പം 25 തുടങ്ങുന്ന 25 തൊട്ട് 29, 29 തൊട്ട് പിന്നെ ഫാൻസി നമ്പർ 33, പിന്നെ നോട്ട് ലെസ് ദാൻ 33%. അതാണ് ഏറ്റവും ഹെവി. ഹെവി എന്ന് വെച്ചാൽ കൂടുതലെന്നല്ലേ. അപ്പം നോട്ട് ലെസ് ദാൻ 33% കിട്ടും. 33% എന്ന് പറയുന്നത് മീഡിയത്തിൽ നിൽക്കും. 29 to 33, മറ്റേ 25 to 29. ഈ 9നും പ്രാധാന്യമുണ്ട്. നിങ്ങളിവിടെ കണ്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ ടൊമാറ്റോ പ്യൂരിയിൽ 9 to 12% സോളിഡാണ്. അപ്പോൾ ഇവിടെ 25 to 29% എന്ന് പറയുന്നത് ലൈറ്റ്. മീഡിയം എന്ന് പറഞ്ഞാൽ 29 to 33%. ഹെവി എന്ന് പറഞ്ഞാൽ നോട്ട് ലെസ് ദാൻ 33%. 33% കുറയാനേ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ടൊമാറ്റോ പേസ്റ്റ്. ഇനി നമ്മൾ എങ്ങനെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കും നോക്കാം. ടൊമാറ്റോ പേസ്റ്റിന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ടൊമാറ്റോ പൾപ്പ് അല്ലെങ്കിൽ ജ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേറ്റ് ചെയ്യണം. എത്ര തൊട്ട് ശതമാനം? 14 to 15%. 14 തൊട്ട് 15% നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോലുബിൾ സോളിഡ്സ് ഇൻ ഓപ്പൺ പാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഓപ്പൺ കുക്കിംഗ് ആണ്. ഇവിടെ ഓപ്പൺ പാൻസ് ആണ് യൂസ് ചെയ്തത്. ഇൻ ഓപ്പൺ പാൻസ് ഫോളോഡ് ബൈ എന്താണ്? കോൺസെൻട്രേഷൻ ഇൻ വാക്വം പാൻസ്. എന്നിട്ട് നമ്മൾ ഓപ്പൺ പാൻ കഴിഞ്ഞിട്ട് വാക്വം പാനിൽ ഇടുന്നുണ്ട്. വാക്വം പാൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആൻഡ് പാക്ക് ഇൻ എ പ്രീ സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽസ് വൈൽ സ്റ്റിൽ ഹോട്ട്. സ്റ്റിൽ ഹോട്ട് ആയിരിക്കുമ്പോഴും നമ്മൾ പാക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. വാക്വം പാൻസിൽ ആദ്യം ഓപ്പൺ പാൻസിലൂടെ വിടണം. ഇവിടെ മറ്റേതുമായിട്ടുള്ള ആകെ ഒരു വ്യത്യാസം ഇവിടെ ഒരു 14 to 15% പറയുന്നുണ്ട്. എന്താ ഈ 14 to 15%? 14 to 15% സോലുബിൾ സോളിഡ്സിലെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് വേണ്ടത്. 14 തൊട്ട് 15%. അത് എവിടെയാണ് ഈ പറയുന്നത്? പൾപ്പിലാണോ? അല്ല. ടൊമാറ്റോ സോസിലാണോ? അല്ല. ടൊമാറ്റോ പേസ്റ്റിലാണ് പറയുന്നത്. എത്ര? 14 തൊട്ട് 15 ആണോ? ആണോ? നിങ്ങൾ സോസ് എന്നൊന്ന് എഴുതി നോക്കിയേ. SAUCE 1 2 3 4 5. 5 കിട്ടിയോ? കിട്ടി. 15 കിട്ടിയോ? 15 ആണോ? എങ്ങനെ 15 കിട്ടും? സോസ് എന്ന് എഴുതിയിട്ട് ഈ നടുക്കത്തങ്ങ് മാച്ചാൽ 15 കിട്ടും. അപ്പോൾ സോസ് 14 തൊട്ട് 15 വരെ ഒന്ന് കിട്ടിയോ നിങ്ങൾക്ക്? എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സോസ് അല്ലല്ലോ ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പേസ്റ്റ് അല്ലേ. നിങ്ങൾ കറക്റ്റ് സോസ് 15 കിട്ടുമെന്ന് പഠിച്ച് 1 2 3 4 5. പേസ്റ്റ് കിട്ടുമോ? പേസ്റ്റ് കിട്ടില്ലേ? നോക്ക്, PASTE 1 2 3 4 5. 15% കിട്ടുമോ? സോസ് ആലോചിച്ചാലും ഈ സാധനം കിട്ടും. അത് നിങ്ങൾ തെറ്റാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം സോസ് എടുത്ത് എഴുതിയത്. സോസിലല്ല, ടൊമാറ്റോ പേസ്റ്റിലാണ് 14 to 15% സോലുബിൾ കോൺസെൻട്രേഷനിൽ നിങ്ങൾ ആ പറയുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് അത് ഹോട്ടായിരിക്കുമ്പോഴും പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യും. ഇനി ലാർജ് സ്കെയിൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ടൊമാറ്റോ പേസ്റ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ. ലാർജ് സ്കെയിലിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വാക്വം ഇവാപ്പറേറ്റേഴ്സ് വഴിയാണ്. വാക്വം ഇവാപ്പറേറ്റേഴ്സ് വഴി. ആൻഡ് പാക്ഡ് എയ്തർ ഇൻ, നമ്മൾ എന്ത് ചെയ്യും? വലിയ ഇൻഡസ്ട്രി അല്ലേ, അപ്പോൾ വലിയ ക്യാൻസിലല്ലേ പാക്ക് ചെയ്യാൻ പറ്റൂ. പാക്ഡ് എയ്തർ ഇൻ ടിൻ, ക്യാൻ ഓർ ബൾക്ക് അസെപ്റ്റിക് പാക്കേജസ് വഴി നമ്മൾ അതിനെ പാക്ക് ചെയ്യും. ദ ടൊമാറ്റോ പേസ്റ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ്. ടൊമാറ്റോ പേസ്റ്റ് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യും? യൂട്ടിലൈസ്ഡ് ഫോർ മാനുഫാക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൊമാറ്റോ പ്രൊഡക്ട്സ്. ഒത്തിരി ടൊമാറ്റോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും.
ഏതൊക്കെയാണ് ആ ടൊമാറ്റോ പ്രൊഡക്ട്സ്? ടൊമാറ്റോ പേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഒന്ന് ടൊമാറ്റോ കെച്ചപ്പ്, നിങ്ങൾക്ക് അറിയുന്ന സാധനം, സൂപ്പ് ആൻഡ് സോസ്, സോപ്പ്, സോസ്, കെച്ചപ്പ് എക്സെട്ര. ഇതൊക്കെയാണ് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് വഴി ഉണ്ടാക്കുന്നത്. FPO സ്പെസിഫിക്കേഷൻ ഫോർ ടൊമാറ്റോ പ്യൂരി ആൻഡ് പേസ്റ്റ്. ടൊമാറ്റോ പ്യൂരിയുടെ കേസിൽ അത് 25%, എന്നാൽ ടൊമാറ്റോ പ്യൂരിയുടെ കേസിൽ 25 അല്ല, സോറി, ടൊമാറ്റോ പ്യൂരിയുടെ പെർസെൻറ്റേജ് 9%, ടൊമാറ്റോ പേസ്റ്റ് അതിൻ്റെത് 25%. പ്യൂരി 9%, ടേസ്റ്റ് 25%. അപ്പോൾ FPO റെഗുലേഷൻ പ്രകാരമാണ് പറയുന്നത്. FPO റെഗുലേഷൻ പ്രകാരം പ്യൂരിക്ക് നോക്കിക്കേ, പ്യൂരിക്ക് എത്ര? 9%. ഇനി പറയുന്നത് എന്താണ്? ടൊമാറ്റോ പേസ്റ്റ്, പേസ്റ്റിന് 25%. അപ്പൊ ഇത് എങ്ങനെ ഓർക്കും? അതായത് പ്യൂരിക്ക് തിരിച്ചാണ്, സോറി, ടൊമാറ്റോ പേസ്റ്റിന് 9%, ടൊമാറ്റോ പ്യൂരിക്ക് 25% എന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് ഏതാ വരുന്ന? പ്യൂരി നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. പേസ്റ്റ് അല്ലേ? പേസ്റ്റിൽ നമുക്ക് പി എടുക്കാം, മറ്റേത് പി എടുക്കല്ലേ, എന്നാ തെറ്റും. അതിന് വേണ്ടിയിട്ടാണ്. പേസ്റ്റിലെ പി തിരിച്ചിട്ടാ കിട്ടില്ലേ 9? കിട്ടുമോ? പേസ്റ്റിലെ പി തിരിച്ചിട്ടാ നിങ്ങൾക്ക് 9% FPO റെഗുലേഷൻ പ്രകാരം കിട്ടും. പ്യൂരിയുടെ കേസ് എടുത്താൽ 25%. ആ 25 എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ PUREE 1 2 3 4 5. അപ്പൊ കിട്ടിയോ? ഇവിടെ 2 P ഇല്ലേ? നിങ്ങൾ ഈ പ്യൂരിയും പേസ്റ്റും ഒരുമിച്ച് എഴുതണം കേട്ടോ, അപ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പൊ പ്യൂരി 1 2 3 4 5, 5 കിട്ടി, ഈ 5 കിട്ടി. പിന്നെ 2 P അല്ലേ ഉള്ള? 1 2 25. അപ്പൊ പ്യൂരി പേസ്റ്റ് ഒരുമിച്ച് എഴുതിയ രണ്ടിന്റെയും FPO കിട്ടും. ആദ്യം പറഞ്ഞ പേസ്റ്റിൻ്റെത് എങ്ങനെ കിട്ടും? പേസ്റ്റിൻ്റെത് നമുക്ക് ശരിക്കും പറഞ്ഞ 25% ആണോ? 25% ആണ്. പേസ്റ്റിന് 25%, പ്യൂരിക്ക് 9% ആണ്. ഇപ്പൊ തിരിച്ചാണ്, പ്യൂരിക്ക് 9% ആണ്. ഇനി തെറ്റല്ലേ, പ്യൂരിക്ക് 9%, പേസ്റ്റിന് 25% ആണ്. അപ്പോ പേസ്റ്റിന് നമുക്ക് 5 ഉണ്ടെന്ന് കിട്ടി, ഈ 2 P വെച്ചിട്ട് 2 കിട്ടി പേസ്റ്റ്. അല്ലെങ്കിൽ 25 രൂപയ്ക്ക് പേസ്റ്റ് കിട്ടില്ലേ, അതാലോചിച്ച പേസ്റ്റ് കിട്ടും. പിന്നെ പ്യൂരിയാണ് 9%, അത് P തിരിച്ചിട്ടാ കിട്ടും. അപ്പൊ ഇനി കൺഫ്യൂഷൻ വേണ്ട. പ്യൂരി എന്ന് വെച്ചാൽ 9% ആണ്, പേസ്റ്റ് എന്ന് വെച്ചാൽ 25% ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? FPO സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് പേസ്റ്റ് എന്ന് വെച്ചാൽ 25%, പ്യൂരി എന്ന് വെച്ചാൽ 9%. ഞാൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പ്യൂരി 9%. ഓക്കെ, ക്ലിയർ ആണോ? പ്യൂരി 9%. ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷേ പ്യൂരി പുതിയ ടേമാ, അപ്പൊ P തിരിച്ചിടുക. അപ്പൊ പ്യൂരി 9%, പേസ്റ്റ് 25. ഏറ്റവും നല്ല കോഡ്. ഈ ഇങ്ങനെ കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട. 25 രൂപയ്ക്ക് പേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അത്ര ആലോചിച്ചാൽ കിട്ടും. ഇനി ടൊമാറ്റോ കെച്ചപ്പ്, അത് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ടൊമാറ്റോ കെച്ചപ്പ്. കെച്ചപ്പിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, കെച്ചപ്പ് ഈസ് എ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് മെയ്ഡ് എയ്തർ ഫ്രം ഫ്രഷ് ടൊമാറ്റോ ഓർ ബൈ കൺവേർട്ടിംഗ് ദം. ഒന്നെങ്കിൽ ഫ്രഷ് ടൊമാറ്റോയിൽ നിന്ന് എടുക്കുന്നു, ഓർ ബൈ കൺവേർട്ടിംഗ് ദം ഇൻറ്റു ജ്യൂസ് ഓർ പൾപ്പ് ബൈ യൂസിങ് ടൊമാറ്റോ പ്യൂരി. ഏത് ടെക്നിക്ക് വഴി? പ്യൂരിയോ പൾപ്പോ പേസ്റ്റോ, ആ ടെക്നിക്ക് വഴിയാണ് നമ്മൾ കെച്ചപ്പ് ഉണ്ടാക്കുന്നത്. സ്പൈസസ്, സോൾട്ട്, ഷുഗർ, വിനേഗർ, ഒണിയൻ, ഗാർലിക്, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യും ടു എക്സ്റ്റെൻഡ് ദാറ്റ് ദ കെച്ചപ്പ് കണ്ടെയ്ൻസ്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം ആഡ് ചെയ്യും കെച്ചപ്പിൽ. എന്നിട്ട് കെച്ചപ്പിന്റെ പെർസെൻറ്റേജ് പറയുന്നുണ്ട് നോട്ട് ലെസ് ദാൻ
12%. Ketchupന് not less than 12% tomato solid and minimum 25% of total soluble solid. Total soluble solid 25 എന്നാൽ ഈ പറയുന്ന എന്തൊക്കെയാണ് സോൾട്ട്, ഷുഗർ, വിനെഗർ ഇതൊന്നും കുറയാൻ പാടില്ല 12% താഴെ. അപ്പോൾ ടോട്ടൽ സോളിബിൾ സോളിഡ് 25 ടൊമാറ്റോ സോളിഡ് 12% ആണ്. 12% ആണ്. ഈ 12% നമ്മൾ പ്യൂരിയുടെ കേസിൽ കണ്ടതാണ്. 9 to 12%. 25% നമ്മൾ പേസ്റ്റിന്റെ അതിൻ്റെ അകത്ത് കണ്ടതാണ്. പ്യൂരിയിൽ 9 ഉണ്ട്. അപ്പൊ ഇവിടെ 12% ടൊമാറ്റോ സോളിഡ് വേണ്ടത്. എന്നാൽ ടോട്ടൽ സോളിഡ് 25% മിനിമം, അതിൽ കൂടാം, കുറയാൻ പാടില്ല. ഇനി അടുത്ത പറയുന്നത് മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൊമാറ്റോ കെച്ചപ്പ്. കെച്ചപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്? ടൊമാറ്റോ ജ്യൂസ് ഈസ് കോൺസെൻട്രേറ്റഡ് വിത്ത് സ്പൈസ്, സോൾട്ട്, ഷുഗർ. ആദ്യം നിങ്ങൾ സ്പൈസി കെച്ചപ്പ് കണ്ടിട്ടില്ലേ? സോൾട്ട് ഉള്ള കെച്ചപ്പ് ഉണ്ട്, ഉപ്പ്, പുളി, മധുരം, ഷുഗർ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം വഴി ടൊമാറ്റോ നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ട് ഷുഗർ എബൌട്ട് 1/3 ഓഫ് ആഡ്. ഷുഗർ എത്ര ആഡ് ചെയ്യേണ്ട? 1/3 ആണ് ഷുഗർ ആഡ് ചെയ്യേണ്ടത്. 1/3 ഈസ് ആഡഡ് ഇനിഷ്യലി അറ്റ് ദ ടൈം ഓഫ് കൊമേഴ്ഷ്യൽ ബോയിലിംഗ്. ബോയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ആയിട്ട് ഇനിഷ്യലി 1/3 ഷുഗർ ആണ് ആഡ് ചെയ്യേണ്ടത്. വിച്ച് വിൽ ഹെൽപ്സ് ടു, എന്തിനാ ഹെൽപ്സ് ചെയ്യുന്ന? ഇൻറ്റൻസിഫൈ ആൻഡ് ഫിക്സ് ദ റെഡ് ടൊമാറ്റോ കളർ. ഈ പറയുന്ന ഷുഗർ ആഡ് ചെയ്യുന്നത് നമ്മുടെ ടൊമാറ്റോയിലെ റെഡ് കളർ പോകാതിരിക്കാൻ വേണ്ടി, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/3 ഷുഗർ ആഡ് ചെയ്യുന്നത്. പഞ്ചസാര 1/3 ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ബോയിലിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ. ഇനിഷ്യൽ ബോയിലിങ്ങിൽ കമൻസ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് 1/3 ഷുഗറാണ്, സോൾട്ട് അല്ല. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന സോൾട്ട് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ബോയിലിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീട്ടിലും ഉപ്പ് എപ്പോഴാണ്? അവസാനമല്ലേ ആഡ് ചെയ്യുന്ന? അറ്റ് ദ എൻഡ് ഓഫ് ബോയിലിംഗ്. ആസ് അതർവൈസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ബ്ലീച്ചസ് ദ ടൊമാറ്റോ കളർ. ടൊമാറ്റോയുടെ കളറിനെ അത് ബ്ലീച്ച് ചെയ്യും. ടൊമാറ്റോയുടെ കളർ നഷ്ടപ്പെടും. അപ്പോൾ ക്ലിയർ ആണോ? സോൾട്ട് ആദ്യം ആഡ് ചെയ്യാൻ പാടില്ല. ആദ്യം ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആദ്യം നമുക്ക് കുട്ടികൾക്ക് മധുരം കൊടുക്കുമല്ലേ? ഉപ്പല്ലല്ലോ കൊടുക്കുന്ന, ഫസ്റ്റ് മധുരം. കുട്ടികളെ എത്ര വയസ്സുള്ളപ്പോഴാണ്? 3 വയസ്സ് വരുമ്പോൾ നമ്മൾ വായി വെച്ച് കൊടുക്കും. അപ്പം 1/3 കിട്ടിയോ? 1/3 ഷുഗറും പിന്നെ സോൾട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു ആഫ്റ്റർ ബോയിലിംഗ്. ആണോ? അല്ല, അറ്റ് ദ എൻഡ് ഓഫ് ബോയിലിംഗ്. ബോയിൽ ചെയ്യുന്നതിൻ്റെ അവസാനം. ഇനി സ്പൈസസ് ആർ പ്ലേസ്ഡ് ഇൻ എ മസ്ലിൻ ക്ലോത്ത് അല്ലെങ്കിൽ മ്യൂസ്ലിൻ ക്ലോത്ത് എന്ന് പറയും. മ്യൂസ്ലിൻ ക്ലോത്ത് ആൻഡ് ക്ലോത്ത് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ബോയിലിംഗ് മിസ്റ്റർ. ക്ലോത്തിനെ നമ്മൾ ആ മിസ്റ്ററിലോട്ട്, ഒരു ക്ലോത്തിൽ കെട്ടിയിട്ട് ആ ക്ലോത്തിനെ നമ്മൾ ആ പറയുന്ന മിസ്റ്ററിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വിനാഗിരി ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വിനെഗർ ഷുഡ് ബി ആഡഡ് വെൻ ദ കെച്ചപ്പ് ഹാസ് തിക്കൻ സഫിഷ്യൻ്റ്ലി. കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ? അത് കറക്റ്റ് സഫിഷ്യൻ്റ് ആയിട്ട് തിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിനാഗർ ആഡ് ചെയ്യാം. വിനാഗിരി ആഡ് ചെയ്തോണം. തിക്കായി കഴിഞ്ഞാൽ അപ്പം വിനാഗിരി ആഡ് ചെയ്യാം. ഈ വിനാഗിരി സോ ദാറ്റ് ദ ആസിഡ് ഡസ് നോട്ട് വോളറ്റൈസ് എവേ. വിനാഗിരി ഒരു ആസിഡാണ്. അപ്പോൾ ആസിഡ് വോളറ്റൈൽ ചെയ്യത്തില്ല, വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല. ടൊമാറ്റോ കെച്ചപ്പ് ജനറലി കണ്ടെയ്ൻസ്. ടൊമാറ്റോ കെച്ചപ്പിൽ ജനറലായിട്ട് എന്തുണ്ട്? എത്ര ശതമാനം ആസിഡ്? ഈ ടൊമാറ്റോയിലെ ആസിഡ് വേപ്പറൈസ് ആയി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ടൊമാറ്റോയിലെ ആസിഡ് മൊത്തം വേപ്പറൈസ് ചെയ്ത് പോകും. നമ്മൾ ബോയിൽ ചെയ്യുമല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ആസിഡ് 1.252 1.50% ആസിഡാണ് ഉള്ളത്. അപ്പോൾ ഈ 25 എങ്ങനെ വരുമെന്ന് ഞാൻ നേരത്തോട്ടേ പറയുന്നുണ്ട്. 25 ഭയങ്കര പ്രാധാന്യമാണ്. അപ്പോൾ 25 മിനിറ്റ് ആലോചിച്ചാൽ കിട്ടും 1.25.
പിന്നെ നമ്മൾ അരയല്ലേ 1.50%. അപ്പോൾ ടൊമാറ്റോ എന്ന് പറയുന്നതിൻ്റെ എന്താണ് ഈ 1.25 to 1.50? 1.5 to 1.20 എന്ന് പറയുന്നത് ആസിഡാണ്. അപ്പോൾ ടൊമാറ്റോയിൽ എത്ര ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ അകത്ത് ജനറലി കാണുന്നത് 1.25 to 1.50 ആസിഡാണ്. ദ ടൊമാറ്റോ കെച്ചപ്പ് ഈസ് ജനറലി കോൺസെൻട്രേറ്റഡ് ടു എത്ര ശതമാനം? ഞാൻ പറഞ്ഞില്ലേ 25% താഴെ പോകാൻ പാടില്ല. അപ്പം 30% മേലോട്ടും പോകരുത്. 25 to 30% എന്ന് പറയുന്നുണ്ട്. ഔട്ട് ഓഫ് വിച്ച് അതിൻ്റെ അകത്ത് തന്നെ എടുത്ത് പറയുന്നുണ്ട് 12% സോളിഡ്. ടൊമാറ്റോ സോളിഡ് നമ്മൾ പറഞ്ഞില്ലേ, ഷുഗർ ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത്. അപ്പം 12% സോളിഡ് ആയിരിക്കണം. ടൊമാറ്റോ സോളിഡ് മാത്രം 12% ഉണ്ടായിരിക്കണം. ഇനി കെച്ചപ്പ് നമ്മൾ ഫില്ല് ചെയ്യുന്ന ടെമ്പറേച്ചർ പറയുന്നുണ്ട് 88°C. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടായിരുന്നോ? നേരത്തെ നമ്മൾ പേസ്റ്റിൻ്റെ അല്ല പ്യൂരിയുടെ കേസ് എടുത്തപ്പോൾ അവിടെ ബോയിൽ ചെയ്ത ടെമ്പറേച്ചർ 82 to 88°C ആണ്. ഇവിടെ അതുപോലെ 88°C ആണ്. കെച്ചപ്പിൻ്റെ കേസിൽ നമ്മൾ എന്തോ പറയുന്നത് ഫില്ല് ചെയ്യുന്ന ടെമ്പറേച്ചർ 88°C. ഇൻറ്റു എ പ്രീ സ്റ്റെറിലൈസ്ഡ് ഗ്ലാസ് ബോട്ടിൽസ്. ക്രൗൺ കോർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സെയിം മറ്റേതുപോലെ തന്നെ ക്രൗൺ കോർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് എത്ര മിനിറ്റ് പ്രോസസ്സ് ചെയ്യണം? ഇവിടെ 25 അല്ല, ഇവിടെ കെച്ചപ്പ് ആയതുകൊണ്ട് 30 മിനിറ്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ 3 minutes 30 minutes എന്ന് ആലോചിച്ചാൽ കിട്ടും. 30 മിനിറ്റ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ കെച്ചപ്പ് അല്ലേ, കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ സാധനം. അപ്പോൾ കെച്ചപ്പ് ഏറ്റവും മാഗീൻ്റെ കൂടെയൊക്കെ കെച്ചപ്പ് കഴിക്കും. അപ്പോൾ മാഗി എത്ര മിനിറ്റ്? 2 minutes മാഗി എന്നൊക്കെ പറയുന്ന പോലെയാണ്. കെച്ചപ്പ് 30 minutes ആണ്. 3 minutes അല്ല, 30 minutes ആണ്. ആൻഡ് കൂൾഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. 30 മിനിറ്റ് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യാൻ യൂസ് ചെയ്ത് ഏത് ഒഴിച്ചു വെച്ച് പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിലൊക്കെ ഒഴിച്ചു വെച്ച് എന്നിട്ട് കൂൾ ചെയ്യും, റൂം ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യും. ടൊമാറ്റോ കെച്ചപ്പ് മേ ഓൾസോ കണ്ടെയ്ൻ. ടൊമാറ്റോ കെച്ചപ്പിൽ എന്തുണ്ട്? ബെൻസോയിക് ആസിഡ് ഉണ്ട്. ബെൻസോയിക് ആസിഡ് ഉണ്ട്. ബെൻസോയിക് ആസിഡ് എന്തിനാണ്? പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾ ജനറലി പഠിച്ചു വെക്കേണ്ട ഒരു സാധനം, പ്രിസർവേറ്റീവ് യൂസ്ഡ് ഇൻ ടൊമാറ്റോ ഈസ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിന്റെ പെർസെൻറ്റേജ് 250 ppm. അതുപോലെ ബെൻസോയിക് ആസിഡിനെ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയും. അപ്പം ഇതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്. പ്രിസർവേറ്റീവ് ഏതാന്ന് ചോദിച്ചാൽ ബെൻസോയിക് ആസിഡ് ആണ്. 250 ppm കോൺസെൻട്രേഷൻ. ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ടൊമാറ്റോയിൽ ലാസ്റ്റ് പറഞ്ഞത് 88°C ആണ്. ആ ടെമ്പറേച്ചർ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഷുഗർ ആഡ് ചെയ്യും, 1/3 ഷുഗർ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സോൾട്ട് ആണ്. പിന്നെ വിനാഗർ ആഡ് ചെയ്യും. സോൾട്ട് മുന്നേ ആഡ് ചെയ്താൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോയുടെ കളറിനെ ബ്ലീച്ച് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചേക്കുന്നത് ടൊമാറ്റോയുടെ ലാസ്റ്റ് പാർട്ടാണ്. ടൊമാറ്റോ വെച്ചിട്ടുള്ള പ്രിപ്പറേഷനിൽ ടൊമാറ്റോ പ്യൂരി പഠിച്ചു, ടൊമാറ്റോ പേസ്റ്റ് പഠിച്ചു, ടൊമാറ്റോ കെച്ചപ്പ് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. ആ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ എടുക്കുക, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.